ഓം ശാന്തി. ലോ ഓഫ് അട്രാക്ഷൻ ഉപയോഗിച്ചുകൊണ്ട് ബിസിനസ്സിനെ എങ്ങനെ നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ സാധിക്കും, അതിനെക്കുറിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ ആഗ്രഹിക്കുന്നത്. ഇത് ബിസിനസ്സിന് വേണ്ടി പറയുന്നതാണ്, നിങ്ങൾക്ക് ഏത് കാര്യത്തിലും അപ്ലൈ ചെയ്യാവുന്ന ഒരു പ്രിൻസിപ്പിൾ കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് ഇന്ന് ആ ഒരു കാര്യത്തിൽ 5 സ്റ്റെപ്പാണ് നമുക്ക് ഇതിനു വേണ്ടി ചെയ്യാനുള്ളത്. ഒന്നാമത്തെ കാര്യം, എനിക്കിത് നേടാൻ സാധിക്കും എന്നതായിരിക്കുന്ന ഒരാളുടെ വിശ്വാസം തന്നെയാണ് അയാൾക്കത് നേടാൻ വേണ്ടിയുള്ളതായിട്ടുള്ള ഒന്നാമത്തെ കീ. എല്ലാ വീഡിയോസിലും പറയുന്ന അതേ കാര്യം ഞാൻ ഇന്ന് വീണ്ടും ആവർത്തിച്ച് പറയുകയാണ്. നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ ശക്തിയാണ് നിങ്ങൾ ലക്ഷ്യത്തിലേക്ക് നയിക്കുന്ന ഒന്നാമത്തെ ഘടകം. രണ്ടാമത്തെ കാര്യം, എനിക്ക് എൻ്റെ ബിസിനസ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ആദ്യം ഡെവലപ്പ് ചെയ്യണം എന്നൊരാഗ്രഹം കൊണ്ട് ഒരിക്കലും നമുക്ക് നേടാൻ സാധ്യമല്ല. വെറും ഒരു ആഗ്രഹം മാത്രം പോരാ, ഒരു തോട്ട് മാത്രം പോരാ. ആദ്യം ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു ചിത്രം നമ്മുടെ മനസ്സിൽ വേണം. ഇപ്പോൾ എൻ്റെ ഒരു എഡ്യൂക്കേഷൻ ഓർഗനൈസേഷനാണെന്ന് വിചാരിക്കും. അതല്ല, ഞാനൊരു സൂപ്പർ മാർക്കറ്റാണ് തുടങ്ങുന്നതെന്ന് വിചാരിച്ചോളൂ. സൂപ്പർ മാർക്കറ്റ് ആണെങ്കിൽ 5 വർഷം കഴിയുമ്പോൾ എവിടെയൊക്കെ ഈ സൂപ്പർ മാർക്കറ്റിൻ്റെ ഇതേ പേരുള്ളതായിട്ടുള്ള എൻ്റെ ബ്രാഞ്ചസ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിരിക്കണം. 5 വർഷം അഥവാ 3 വർഷം അല്ലെങ്കിൽ 1 വർഷം, നിങ്ങൾ എത്ര സമയമാണോ നിങ്ങൾ വിചാരിക്കുന്നത് ആ ഒരു സമയത്തിനുള്ളിൽ വേണ്ടതായിട്ടുള്ള ഒരു ഗോൾ നമ്മൾ സെറ്റ് ചെയ്യണം. ഞാൻ ഇന്നിവിടെ തുടങ്ങുന്ന സൂപ്പർ മാർക്കറ്റ് അല്ലെങ്കിൽ എൻ്റെ ചെറിയ ഷോപ്പ് 1 വർഷം കഴിയുമ്പോൾ അത് സൂപ്പർ മാർക്കറ്റ് ആയിട്ടുണ്ടായിരിക്കണം. അത് കഴിയുമ്പോൾ ഇതിൻ്റെ ബ്രാഞ്ചസ് ഇത്ര സ്ഥലങ്ങളിൽ വന്നിട്ടുണ്ടായിരിക്കണം. ഇങ്ങനെ എന്താണോ നിങ്ങളുടെ മനസ്സിലെ ആഗ്രഹം, നിങ്ങളുടെ ബിസിനസ് എന്താണോ അതിൻ്റെ ഡെവലപ്മെൻറ്റ് ഏത് ലെവൽ വരെ നിങ്ങൾ എത്തിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ അത് മിനിമം 1 വർഷത്തേക്ക് അല്ലെങ്കിൽ 2-3 വർഷത്തിലേക്ക് വേണ്ടതായിട്ടുള്ള കാര്യത്തെക്കുറിച്ച് ചിന്തിച്ച് അതിനെക്കുറിച്ച് ഒന്ന് പഠിച്ച്, ആദ്യം ഞാൻ പറയുകയാണ്, ഈ ബിസിനസ് ചെയ്യുന്ന സമയത്ത് പലരും എന്തുകൊണ്ട് ഫെയിലിയർ ആവുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നാമത്തെ കാര്യം അതിനെക്കുറിച്ച് പഠിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ്. എല്ലാ കാര്യത്തിനും, ഈവൻ ഒരു മരം മുറിച്ച് വിൽക്കുന്ന കാര്യത്തിനാണെങ്കിൽ പോലും അതിനെക്കുറിച്ച് നമ്മൾ പഠിച്ചേ പറ്റൂ. ഏതൊരു കാര്യവും പഠിച്ചാലാണ് അതിലുണ്ടാകാൻ പോകുന്ന ഹഡിൽസ് എന്താണെന്നും അതിനെ ഓവർകം ചെയ്യാനുള്ളതായിട്ടുള്ള ട്രിക്സ് എന്തെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ആ ഹഡിൽസും ട്രിക്സും മനസ്സിലാക്കി കഴിഞ്ഞാൽ എല്ലാം വളരെ വേഗത്തിൽ, എക്സ്പെക്റ്റ് ചെയ്തിരിക്കുന്ന ഒരു തടസ്സം വരുമ്പോൾ അതിന് സൊല്യൂഷൻ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമ്മൾ സ്ട്രെസ്ഡ് ആവില്ല. അല്ല എങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ സ്ട്രെസ്ഡ് ആവും. സ്ട്രെസ്ഡ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി നഷ്ടമാവും. മനസ്സിനുള്ള ടെൻഷൻ വന്നു കഴിഞ്ഞാൽ വിഷ്വലൈസേഷൻ വീക്കാവും. നമ്മുടെ ലക്ഷ്യത്തിലേക്കുള്ള യാത്ര സ്ലോ ആവും. അതുകൊണ്ട് നിങ്ങൾ ചെയ്യുന്ന കാര്യം എന്തായിക്കോട്ടെ, ഏത് കാര്യത്തിനെക്കുറിച്ച് നന്നായിട്ട് നിങ്ങൾ പഠിക്കണം, എങ്ങനെ ഡെവലപ്പ് ചെയ്യണം എന്നതിനെക്കുറിച്ച്. അത് ഓരോരുത്തരും സ്വയം ചെയ്യേണ്ട വർക്കാണ്. അതിന് വേറെ ഒരാൾക്കും നിങ്ങളെ സഹായിക്കാൻ സാധ്യമല്ല. അത് ഒന്നാമത്തെ സ്റ്റെപ്പ് നിങ്ങൾ പഠിച്ചിരിക്കണം. പഠിച്ച ശേഷം ഈ 3 വർഷം കഴിയുമ്പോൾ അല്ലെങ്കിൽ 2 വർഷം കഴിയുമ്പോൾ 1 വർഷം കഴിയുമ്പോൾ ഏത് ലെവലിൽ ഞാൻ എത്തിയിട്ടുണ്ടായിരിക്കണം എന്ന് നമ്മൾ നിശ്ചയിക്കണം. ഈ ക്ലാരിറ്റിയാണ് ഏറ്റവും ആദ്യം വേണ്ടതായിരിക്കുന്ന ഫാക്ടർ. ആ ക്ലാരിറ്റിയിൽ നമ്മൾ മനസ്സിൽ കാണാൻ പറ്റണം. ഇന്ന സ്ഥലങ്ങളിലേക്ക് വേണം, ഇത്ര സ്റ്റാഫ് ഒരു സ്ഥലത്ത് ഉണ്ടായിരിക്കണം, അവർക്ക് ഇന്ന രീതിയിലൊക്കെ ഞാൻ സാലറി കൊടുക്കുന്നുണ്ടായിരിക്കണം, ഇത്രയൊക്കെ അവർ ബെനിഫിറ്റ്സ് അവരായിട്ട് ഷെയർ ചെയ്യുന്നുണ്ടായിരിക്കണം, ഈ രീതിയിൽ പർച്ചേസ് നടക്കുന്നുണ്ടായിരിക്കണം. ഈ ഒരു വിഷ്വലൈസേഷൻ ക്ലിയർ ആക്കുക എന്നുള്ളതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടതായിട്ടുള്ള സ്റ്റെപ്പ്. അത് നമ്മൾ ക്ലാരിറ്റി ഒന്ന് ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് പറയുന്നു. അതിന് വേണ്ടതായിരിക്കുന്ന ബേസ് നമ്മൾ ചെയ്യേണ്ടതാണ് സ്റ്റഡി എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ സ്റ്റേജ്, ഞാൻ എല്ലാ കാര്യത്തെയും ക്ലിയർ ആക്കി കഴിഞ്ഞ ശേഷം 3 വർഷം കഴിയുമ്പോൾ എൻ്റെ ഈ സൂപ്പർ മാർക്കറ്റ് അഥവാ എൻ്റെ ഈ ഷോപ്പ് എത്ര സ്ഥലത്ത് അതിൻ്റെ ബ്രാഞ്ച് തുടങ്ങി എന്നതൊക്കെ ഞാൻ വിഷ്വലൈസ് ചെയ്തു, ഞാൻ ഹാപ്പിയസ്റ്റ് ആയി. ഇനി ആ ഹാപ്പിയസ്റ്റ് ആയിട്ടുള്ള കാര്യത്തെ നമ്മുടെ ഉപബോധ മനസ്സിലേക്ക് ഇഞ്ചെക്റ്റ് ചെയ്യാനുള്ള വേറൊരു ടെക്നിക്കാണ് സ്ക്രിപ്റ്റിംഗ് എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ എന്താണോ നിങ്ങളുടെ വിഷൻ അതിനെ മനോഹരമായിട്ട് ഒരു പേപ്പറും പെന്നും എടുത്തുകൊണ്ട് ആ വിഷ്വലൈസ് ചെയ്ത ശേഷം വിശദമായിട്ട് എഴുതി തയ്യാറാക്കുക. ആ എഴുതി തയ്യാറാക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ സ്ഥൂലേന്ദ്രിയമായിരിക്കുന്ന കയ്യ്, ജ്ഞാനേന്ദ്രിയമായിരിക്കുന്ന കണ്ണ്, ബുദ്ധി, മനസ്സ് ഇതെല്ലാം ഒരൊറ്റ ലൈനിൽ വർക്ക് ചെയ്യുന്നത് കൊണ്ട് വളരെ ഡീപ്പായിക്കൊണ്ട് സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് നമുക്കതിനെ ഇഞ്ചെക്റ്റ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് രണ്ടാമത്തെ മെത്തേഡ് നമ്മൾ ചെയ്യേണ്ടത് സ്ക്രിപ്റ്റിംഗ് ആണ്. മനോഹരമായിട്ട് എഴുതി തയ്യാറാക്കിക്കോ. എത്ര നന്നായിട്ട് എഴുതാൻ പറ്റുമോ, എത്ര ഫീൽ ചെയ്ത് എഴുതാൻ പറ്റുമോ അത്രയും ഈസി ആയിട്ട് നമ്മൾ ലക്ഷ്യത്തിലേക്കുള്ള സ്റ്റെപ്പ് വെക്കുകയാണെന്ന് ഉറപ്പിച്ചോളൂ. ഇനി മൂന്നാമത്തെ കാര്യം ചെയ്യേണ്ടത്, ആ ചെയ്തതായിട്ടുള്ള വിഷ്വലൈസേഷനെ കുറച്ച് സമയം മെഡിറ്റേഷൻ ചെയ്തിട്ട്, മൂന്നാമത്തെ സ്റ്റെപ്പ് മെഡിറ്റേഷൻ തന്നെയാണ്. മെഡിറ്റേഷൻ ചെയ്ത് കഴിഞ്ഞ ശേഷം മെഡിറ്റേഷൻ്റെ എൻഡിൽ നമ്മൾ ഫുൾ എനർജറ്റിക് ആയിട്ട് പവർഫുൾ ആയിരിക്കുന്ന മൊമെൻറ്റിൽ എഗെയിൻ ആ വിഷ്വലൈസേഷനെ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്, ആ ഹാപ്പിനെസ്സിനെ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതുകൊണ്ട് മെഡിറ്റേഷനും വിഷ്വലൈസേഷനും ഒന്നിച്ച് ചെയ്ത്
ചെയ്ത് കഴിഞ്ഞാൽ അത് വളരെ പവർഫുൾ ആയിക്കൊണ്ട് നിങ്ങൾക്ക് അന്ന് ചെയ്യാനുള്ളതായിരിക്കുന്ന പൂർണ്ണമായിട്ടുള്ള ഊർജ്ജത്തെ തന്നിരിക്കും. പിന്നെ ഈ ഒരു കാര്യത്തെ, ഈ എനർജീനെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി നമ്മൾ കാണാറുണ്ടല്ലോ, സാധാരണ തിരക്ക് പിടിച്ച റോഡുകളിൽ ഒരുപാട് വണ്ടികൾ വരും, അതവിടെ ജാം ആവാൻ സാധ്യതയുണ്ടെങ്കിൽ ട്രാഫിക് കൺട്രോൾ ചെയ്യുന്ന ഒരാളുണ്ടാവും, ഒരു ട്രാഫിക് കൺട്രോളർ ഉണ്ടാവും. അവിടെ ട്രാഫിക് ഐലൻഡ് ആക്കും, എന്നിട്ട് ഏത് വഴിക്കാണ് പോകേണ്ടതെന്ന് നിശ്ചയിച്ച് ആ വഴിയിലൂടെ കടത്തിവിടും. അതേപോലെ ഡേ ബൈ ഡേ നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് തിരക്ക് പിടിച്ചാവുമ്പോൾ ഓരോ ദിവസം കഴിയും തോറും കാര്യങ്ങളുടെ എണ്ണം കൂടുന്നു, പ്രശ്നങ്ങളുടെ എണ്ണം കൂടുന്നു, സങ്കല്പധാര ഒരുപാടാകുന്നു, അന്തരീക്ഷത്തിലെ തോട്ട് പൊല്യൂഷൻ ഒരുപാടായിട്ട് മാറുന്നു. ഇതുകൊണ്ടൊക്കെ തന്നെ നമ്മുടെ മനസ്സിലുണ്ടാകാൻ സാധ്യതയായിട്ടുള്ള തോട്ട്സിൻ്റെ ട്രാഫിക് ജംഗ്ഷനിൽ അവിടെ അത് ഒന്നിച്ച് സ്റ്റക്കായി പോവാതിരിക്കാൻ വേണ്ടി 1 മണിക്കൂറിൽ 1 മിനിറ്റ് സമയം നമ്മൾ അഫർമേഷന് വേണ്ടി യൂസ് ചെയ്യാം. 1 മിനിറ്റ് സമയം എവിടെ നിന്ന് വേണമെങ്കിലും നമുക്ക് 1 മിനിറ്റ് സമയം ഉണ്ടാക്കാൻ പറ്റുന്നതേ ഉള്ളൂ. ആ 1 മിനിറ്റ് സമയം ആ അഫർമേഷൻ വീണ്ടും ഒന്ന് വിഷ്വലൈസ് ചെയ്യുക, അതിനെ ചാർജ് ചെയ്യുക, ഹാപ്പിയസ്റ്റ് ആയിട്ട് മാറുക. പിന്നെ അടുത്ത സ്റ്റെപ്പാണ് വളരെ ഇമ്പോർട്ടൻറ്റ്. രാവിലെ നേരത്ത് ഈ പറഞ്ഞതായിട്ടുള്ള സ്ക്രിപ്റ്റിങ്, ഒന്നുകിൽ രാത്രി അല്ലെങ്കിൽ രാവിലെ നേരത്ത് ആ സ്ക്രിപ്റ്റിങ്ങും അതുപോലെ തന്നെ വിഷ്വലൈസേഷനും കഴിഞ്ഞ ശേഷം അടുത്ത സെക്കൻഡിൽ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്, ആക്ഷൻ പ്ലാൻ. ഇന്നത്തെ ദിവസം ഇതിനു വേണ്ടി ഞാൻ എന്താണ് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്, ഒന്നുകിൽ അതിനു വേണ്ടി നമ്മൾ പഠിച്ചിരിക്കണം, അല്ലെങ്കിൽ ആരോടെങ്കിലും ഇത് ഷെയർ ചെയ്തിട്ടുണ്ടായിരിക്കണം, അല്ലെങ്കിൽ ആ പ്ലാൻ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടാവണം, ഒരു സ്റ്റെപ്പെങ്കിലും അതിൽ മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരിക്കണം. ഒന്നുകിൽ കർമ്മം കൊണ്ട്, അല്ലെങ്കിൽ സ്റ്റഡി കൊണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ഷെയറിങ്സിലൂടെ ഏതെങ്കിലും ഒരു രീതിയിൽ കുറച്ചെങ്കിലും ഊർജ്ജം അതിനു വേണ്ടി നമ്മൾ ചെയ്തിട്ടുണ്ടായിരിക്കണം നിർബന്ധമായിട്ടും. ഈ 5 സ്റ്റെപ്പിലൂടെ നിങ്ങൾ മുന്നേറുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വിചാരിക്കുന്നതായിരിക്കുന്ന നിങ്ങളുടെ ബിസിനസ്സിൻ്റെ ഹൈറ്റ്സ് അഥവാ നിങ്ങളുടെ പ്രൊഫഷണൽ ലൈഫിൻ്റെ ഹൈറ്റ്സ് നിങ്ങൾ വിചാരിക്കുന്ന അവസ്ഥയിലേക്ക് നിങ്ങൾക്ക് കൊണ്ടെത്തിക്കാൻ പറ്റും. ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാണ്. ആദ്യം ചെയ്യേണ്ട കാര്യം നമ്മൾ എന്താണ് കാണേണ്ടത് നമ്മൾ ക്ലിയറായി കാണണം. രണ്ടാമത് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ സ്ക്രിപ്റ്റ് ചെയ്യണം. മൂന്നാമതായിട്ട് മെഡിറ്റേഷൻ ചെയ്യണം. നാലാമത് വിഷ്വലൈസ് ചെയ്യണം. അഞ്ചാമത്തെ ആക്ഷൻ പ്ലാൻ കൊണ്ടുവരണം. ഈ 5 സ്റ്റെപ്പിലൂടെ നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ ഒരു സപ്പോർട്ടും എവിടെ നിന്ന് ഇല്ലായിരുന്നുവെങ്കിൽ പോലും നിങ്ങൾക്ക് വേണ്ടതായിട്ടുള്ള ധനവും നിങ്ങളുടെ അടുത്തേക്ക് ഒഴുകി വരും. അതിന് വേണ്ടതായിട്ടുള്ള എനർജി ഉള്ളതായിട്ടുള്ള സെയിം ബിസിനസ്സിൽ നിങ്ങളുടെ കൂടെ നിൽക്കാനുള്ളതായിട്ടുള്ള നല്ല സ്റ്റാഫ്, നല്ല ആളുകൾ, നല്ല പാർട്ട്നേഴ്സ് എല്ലാം നിങ്ങളുടെ അടുത്തേക്ക് അട്രാക്റ്റ് ചെയ്ത് വന്നോളും. പക്ഷേ ഈ രീതിയിൽ നമ്മളെ എനർജറ്റിക് ആക്കണം. നമ്മുടെ ഡ്രീമിനെ നമ്മൾ ലൈവായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം. നിങ്ങൾക്ക് അങ്ങനെ സാധിക്കട്ടെ എന്ന് ഞാൻ സർവശക്തനായ ഭഗവാനോട് പ്രാർത്ഥിക്കുന്നു. ഓം ശാന്തി. ദിവസം തോറും ജീവിത വിജയങ്ങൾക്ക് വെളിച്ചം വീശുന്ന പുത്തൻ വീഡിയോകൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യൂ. ഒപ്പം ഞങ്ങളുടെ ഫേസ്ബുക്ക്, ട്വിറ്റർ, ഇൻസ്റ്റാഗ്രാം പേജുകൾ ഫോളോ ചെയ്യൂ. നന്ദി.